പ്രൊഡക്റ്റ് ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങൾ കസ്റ്റമർ ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ പെർട്ടിക്കുലർ ആൾ, ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ കുറച്ച് കരിസ്മാറ്റിക് ആയിട്ടുള്ള സ്റ്റൈലാണ്. കുറച്ചൊരു പുഷി ആയിട്ടുള്ള, കുറച്ചൊരു കൺവിൻസിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. ഞാൻ അതിൽ കണ്ടൊരു റിസ്ക് ഉണ്ട്. പലപ്പോഴും ഈ പ്രൊഡക്റ്റ് ഐഡിയ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഇദ്ദേഹത്തിൻ്റെ കരിസ്മയാണ് വാലിഡേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. വളരെ കരിസ്മാറ്റിക് ആയിട്ട് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രൂപത്തിൽ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ആളുകൾ വളരെ പെട്ടെന്ന് യെസ് പറഞ്ഞ് പോകുമായിരുന്നു. ഇനി ചിലപ്പോൾ ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചില ഫീഡ്ബാക്കുകൾ, നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ, ചില നോ ഒക്കെ ആളുകൾ പറഞ്ഞാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ചെയ്തിരുന്നൊരു മിസ്റ്റേക്ക്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ ആവില്ലേ? ഇത്തരത്തിലുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെ എപ്പോഴും യെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കരിസ്മ കൊണ്ട് സെല്ലാവുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതിനേക്കാളും ദ പ്രൊഡക്റ്റ് ഇറ്റ് സെൽഫ്, ആ പ്രൊഡക്റ്റ് ഐഡിയ ഇറ്റ് സെൽഫ് സെല്ല് ചെയ്യപ്പെടാവുന്ന ഒന്നാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോബ് ചെയ്ത് എന്തുകൊണ്ടാണ് ആളുകൾ നോ പറയുന്നത് എന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുത്താൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ആളുകളെ ത്രെട്ടൻ ചെയ്യാതെ, ഇൻറ്റിമിഡേറ്റ് ചെയ്യാതെ ആളുകളെ പ്രോബ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ വീണ്ടും കരിസ്മ ഉപയോഗിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻസൈറ്റ്സ് കിട്ടില്ല, വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല.